ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ മഹാഭാഗവതം നവമസ്കന്ധം. ശ്രീരാമ അവതാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്സേവ്യനാമവൻ ഭാഗ്യവാനാകയാൽ ലോകൈകനായകനായ നാരായണൻ ലോകരക്ഷാർത്ഥമവനുടെ പുത്രനായി രാമനാമം പൂണ്ടവതരിച്ചിടിനാൻ. രാമസഹോദരന്മാരുണ്ടു 3 പേർ, ശത്രുഘ്ന ലക്ഷ്മണന്മാരും ഭരതനും. ഉത്തമന്മാരവർ രാമനോടൊക്കുമേ. രാമാവതാര കഥകളും കൗശിക മാമുനി തന്നോടുകൂടെ ഗമിച്ചതും, താടകയെ കൊന്നു യാഗവും രക്ഷിച്ചു കേടഹല്യയ്ക്കു കളഞ്ഞു രക്ഷിച്ചതും, വില്ലുമുറിച്ചതും സീതയെ വേട്ടതും, കല്യനാം ഭാർഗവൻ തന്നെ ജയിച്ചതും, താതവചനേന കാടകം പുക്കതും, പ്രീതനായി ചിത്രകൂടാചലേ വാണതും, രാക്ഷസി തന്നെ വിരൂപണം ചെയ്തതും, രൂക്ഷരായുള്ള ഖരാദിയെ കൊന്നതും, രാവണനാലപഹൃദയാം സീതയെ കാനനം തോറും തിരഞ്ഞു നടന്നതും, സുഗ്രീവ സഖ്യം കഴിച്ചതും, ബാലിയെ നിഗ്രഹം ചെയ്തതും, സേതു ബന്ധിച്ചതും, രാവണൻ തന്നെ സകുലം വധിച്ചതും, പാവകശുദ്ധയാം ദേവിയെ വീണ്ടതും, രാജ്യാഭിഷേകവും ചെയ്തു ജനങ്ങളാൽ പൂജ്യനായി രാജ്യവും പാലിച്ചു വാണതും, ഭാര്യയെ കാനനം തന്നിൽ കളഞ്ഞതും, കാര്യം കഴിച്ചാത്മലോകം ഗമിച്ചതും, ഇത്തരം നാരായണൻ കഥയൊക്കെയും വിസ്തരിച്ചത്യന്തം രമ്യമായിത്തതാ മുന്നം മഹാമുനി വാൽമീകി തീർത്തതും, 3 ലോകത്തിലും വ്യാപിച്ചിരിക്കയാൽ ഉത്തമ താപസന്മാരരുൾ ചെയ്തിട്ടു പൃഥ്വീപതേ കേട്ടിരിക്കുമല്ലോ ഭവാൻ. എന്നതുകൊണ്ടതു വിസ്തരിക്കുന്നതില്ലെന്നതിനപ്പുറം കേട്ടുകൊള്ളുക ഭവാൻ. രാമചന്ദ്രൻ തൻ്റെ പുത്രനല്ലോ കുശൻ, കോമളനാമവൻ പുത്രനതിഥിയും. പുത്രനവന്നു നിഷധൻ തതോനഭസത്തമൻ പുണ്ടരീകാഖ്യനവൻ മകൻ. ക്ഷേമധന്നാവുമവന്നു ദേവാനീകനാമവൻ തൽസുതൻ മകൻ. തൽസുതൻ പാരിയാത്രൻ ബലൻ തൽസുതൻ, വിന്ദോരലനവൻ തന്നുട നന്ദനൻ. വജ്രനാഭൻ തസ്യ പുത്രൻ സ്വഗണനും, പൂജ്യനായുള്ള വിധൃതി തന്നന്ദനൻ. പുത്രനവന്നു ഹിരണ്യനാഭൻ നൃപൻ, തത്രയാചാര്യനായി വന്നാനവൻ താനും. തൽസുതൻ പുക്ഷൻ ധ്രുവസന്ധി തൽസുതനല്ലോ സുദർശന ഭൂപതി. തസ്യാഗ്നിവർണ്ണൻ സുതൻ തസ്യ ശീഘ്രനും, തസ്യാത്മജൻ മരുവെന്ന നരേശ്വരൻ. സൂര്യവംശം കലികാലം കഴിയുന്ന നേരം നശിച്ചിതു പിന്നെയുണ്ടാകുവാൻ. കലാപമാം ഗ്രാമേ വസിക്കുന്നവനതിധന്യനവൻ മഹായോഗബലാന്വിതൻ. ഉത്തമനാമവൻ പുത്രൻ പ്രസുശ്രുതൻ, പുത്രനദസന്ധി തസ്മാദമർഷണൻ. പുത്രൻ മഹസ്വാവവന്നു വിശ്വസമൻ, പുത്രന വന്നു ബൃഹൽ ബലവീര്യവാൻ.
കൊന്നാനവനെ വിജയൻ രണാങ്കണേ. ചൊന്നേൻ കഴിഞ്ഞൊരു ഭൂപതിമാരെ ഞാൻ, മേലിലുണ്ടാകുന്നവരെയും ചൊല്ലുവൻ. ചാലേ ബൃഹദ്ബലപുത്രൻ ബൃഹദ്രണൻ, തൽസുതനുണ്ടാമുരുക്രിയ ഭൂപതി. വത്സനെന്നാദിയായി വൃദ്ധനവൻ മകൻ, പുത്രൻ പ്രതിവ്യോമനും ഭരതൻ മകൻ. പുത്രൻ ദിവാർക്കൻ തഥാ സഹദേവനും, പുത്രൻ ബൃഹദശ്വനും സുതൻ ഭാനുമാൻ. പുത്രനവന്നു പ്രതികാശ്യ ഭൂപതി, തൽസുതൻ സുപ്രതീകൻ മരുദേവനാം. തൽസുതൻ തൽപുത്രനും സുനക്ഷത്രകൻ, പുത്രനുരൂഷകൻ തസ്യാന്തരീക്ഷനും. പുത്രൻ സുതപസ്സമിത്രജിൽ തൽസുതൻ, തന്നന്ദനൻ ബൃഹദ്ഭോജനവൻ മകൻ. പിന്ന ബൃഹീസുഹൃതൻ ജയന്തൻ മകൻ, പുത്രൻ രണഞ്ജയൻ ശാക്യനവനുമാശുദ്ധോദനസുതൻ. ലാംഗലൻ തൽസുതൻ, തസ്യ പ്രസേനജിൽ തൽസുതൻ സുരഥൻ. തസ്യ പ്രസേനജിൽ തൽസുതൻ സുരഥൻ, പുത്രൻ സുരഥനുടൻ വസുമിത്രനും. ഇത്തം ബൃഹൽബലവംശമുണ്ടായി വരും, ഇത്തമീ വംശം സുമിത്രജമായി വരും. പൃഥ്വിയിൽ പിന്നെയൊടുക്കം കലിയുഗേ, മുന്നമിക്ഷാകുവിൻ പുത്രനാകും നിമി നന്നായി വരിച്ചു യാഗാർത്ഥം വസിഷ്ഠനെ. മുന്നം മഹേന്ദ്രൻ വരിച്ചതു കാരണം, നന്നായതു കഴിച്ചിങ്ങു വന്നിടുവൻ എന്നരുൾ ചെയ്തെഴുന്നള്ളി വസിഷ്ഠനും. മന്നവനൊട്ടുമേ സൗഖ്യം വരായ്കയാൽ ചെറ്റുനാൾ പാർത്തു വസിഷ്ഠനെ കാണാഞ്ഞു മറ്റു മുനിവരന്മാരെ വരിച്ചുടൻ. യാഗം തുടങ്ങിയ നേരം മഹേന്ദ്രന്റെ യാഗം കഴിച്ചിങ്ങു വന്നു വസിഷ്ഠനും. യാഗം തുടർന്നതു കണ്ടു കുപിതനായി വേഗേന ഭൂപതി തന്നെ ശപിച്ചിതേ. നമ്മയും ധിക്കരിച്ചിത്തരം ചെയ്തൊരു ദുർമതേ, നിന്നുടെ ദേഹം പതിച്ചു പോം എന്നു ശപിച്ചതു കേട്ടു നരേന്ദ്രനും വന്നു കോപേന ശപിച്ചാൻ വസിഷ്ഠനെ. ലോഭം നിനക്കയാൽ എന്നെ ഉപേക്ഷിച്ച ലോഭിയാകും തവ ദേഹവും വീണുപോം. അന്യോന്യമേവം ശപിച്ചാരിരുവരും വന്നിതവർക്കു ശരീരപാദം ക്ഷണം. മിത്രവരുണ തനയനായുർവശീ പുത്രഭാവേന ജനിച്ചാൻ വസിഷ്ഠനും. ഭൂപതി തന്നുട ദേഹം നശിക്കാതെ താപസന്മാർ പരിപാലിച്ചനന്തരം യജ്ഞം സമർപ്പിച്ചു ദേവതമാരോടു വിജ്ഞാനികളാം മുനികൾ കരുണയാ. ഭൂപതി ദേഹമുണരുവാനർത്ഥിച്ചു, ഭൂപതി താനതു കേട്ടു ചൊല്ലിയിട്ടിനാൻ. ദേഹമനിത്യം ജരാവ്യാധിഭാജനം മോഹപ്രദം ബന്ധകാരണമാകയാൽ ദേഹം ത്യജിക്കുന്നു യോഗികളൊക്കെയും. ദേഹമല്ലോ ശോകകാരണം ദേഹിനാം. ആകയാൽ ദേഹത്തിനാഗ്രഹമില്ലമേ, ശോകം വരുത്തുവാനാശയുണ്ടാകുമോ എന്നതു കേട്ടരുൾ ചെയ്തു മുനികളും. ഇന്നു ദേഹം വീണമൂലം വിദേഹനായി ഉത്തമനാം ഭവാൻ മാനുഷന്മാരുടെ നേത്രങ്ങളിൽ ഇന്നു തൊട്ടു വസിച്ചാലും എന്നാൽ നിമേഷണോന്മേഷങ്ങളുണ്ടാകും. എന്നാൽ ഭവാനു യശസ്സുമുണ്ടായി വരും, ജ്ഞാനവുമുണ്ടാം നിനക്കെന്നു കേൾക്കയാൽ. മാനവശ്രേഷ്ഠൻ വസിച്ചു നേത്രങ്ങളിൽ അന്നു തുടങ്ങി നിമേഷേണോന്മേഷങ്ങൾ വന്നു നരന്മാർക്കു മുന്നമില്ലാർക്കുമേ. പുത്രനില്ലാഞ്ഞു മുനികൾ നിമിയുടെ ഗാത്രം കടഞ്ഞളവുണ്ടായി നന്ദനൻ തന്നെ ജനിച്ചതു മൂലം ജനകനായി. പിന്നെ മിഥിലനെന്നാഖ്യമധിക്കയാൽ പിന്നെ വൈദേഹനെന്നാഖ്യമൂന്നാമതും വന്നു വിദേഹന്റെ നന്ദനനാകയാൽ. നല്ല മിഥിലൻ ചമച്ച പുരത്തിനു ചൊല്ലുന്നു നാമം മിഥിലയെന്നേ വരും. തൽപുത്രനായതു വീരനു ദാവസു, തൽപുത്രനു നന്ദിവർദ്ധനനെന്നു പേർ. പുത്രൻ സുകേതു പോൽ ദേവരാതനവൻ, പുത്രൻ ബൃഹദ്രഥനെന്നവൻ നന്ദനൻ. തത്തനയൻ മഹാവീര്യൻ സുധൃതി തൽപുത്രനല്ലോ ദൃഷ്ടകേതു തൽപുത്രനും. തസ്യ ഹര്യശ്വൻ മരുവവൻ നന്ദനൻ,
തൽസുതനായാനൊരുവൻ പ്രദീപകൻ. പുത്രൻ കൃതരഥൻ ദേവമീഢൻ തസ്യ പുത്രനവനുടപുത്രൻ വിശ്രുതനും. തസ്യ മഹാധൃതി തസ്യ കൃതിരാതൻ തസ്യാത്മജൻ മഹാരോമമഹീപതി. തൽസുതൻ സ്വർണരോമഹ്രസ്വം ഹ്രസ്വരോമനാം. തൽസുതൻ സ്വർണരോമഹ്രസ്വരോമനാം. തൽസുതൻ സീരധ്വജനവൻ നന്ദനൻ. ഭൂമിയുഴുതിതു യാഗാർത്ഥമായവൻ. ഭാമിനി സീതയും സീരാഗ്രലബ്ധയായി. സീരധ്വജാഖ്യനായി വന്നാനവൻ തഥാ. സീരം കരിയെന്നു ഭാഷ ചൊല്ലുന്നിതേ. പുത്രൻ കുരുധ്വജൻ തസ്യ ധർമ്മധ്വജൻ. പുത്രനവന്നു സുതദ്വയം ജാതമായി. മുന്നം കൃതധ്വജൻ പിന്ന വിദധ്വജൻ. മുന്നേവനു കേശികേതുവല്ലോ സുതൻ. ഖാണ്ഡിക്യനല്ലോ വിദധ്വജനന്ദനൻ. പാണ്ഡിത്യമേറും കൃതധ്വജനന്ദനൻ. നിർമ്മലജ്ഞാനിയായി ഖാണ്ഡിക്യനേറ്റവും കർമ്മിയായി. തങ്ങളിൽ ചർച്ചയില്ലായ്കയാൽ ജ്യേഷ്ഠനെ പേടിച്ചു പോയി ഖാണ്ഡിക്യനും. ജ്യേഷ്ഠനെന്നുണ്ടായി നന്ദനൻ ഭാനുമാൻ. പുത്രൻ ശതദ്യുമ്നനും ശുചിതൻ സുതൻ. പുത്രനവനും സനദ്വാജനാമവൻ. പുത്രനവൻ ഊർധകേതുവാകും നൃപൻ. പുത്രനജൻ കുരുജിത്തവൻ നന്ദനൻ. പുത്രനരിഷ്ടനേമാഖ്യനവനുട പുത്രൻ. ശ്രുതായുസ്സവനു സുപാർശ്വകൻ. പുത്രനവൻ മകൻ ചിത്രരഥനവൻ. പുത്രനും ക്ഷേമദ്ധിയെന്നു പേരായവൻ. ഹേമരഥനവൻ നന്ദനൻ തൽസുതൻ. കോമളനാകിയ സത്യരഥനൃപൻ. നല്ലൊരുവൻ ഗുരുനന്ദനൻ തൽസുതൻ. തന്മകൻ കല്യാണശീലനുപഗുപ്തൻ. തസ്യാഗ്നിസംഭവൻ വത്സനന്ദാഭിദ്ധൻ. തൽസുതൻ തസ്യ പുത്രൻ യുയുധാനനും. പുത്രൻ സുഭാഷണൻ തത്തനയൻ ശ്രുതൻ. പുത്രൻ ജയനവൻ പുത്രൻ വിജയനും. പുത്രൻ ധൃതനവൻ പുത്രൻ ശുനകനും. ഉത്തമൻ വീദഹ വ്യാഖ്യനവൻ മകൻ.